എനിക്ക് നല്ലൊരു വീട് ഉണ്ടാക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ ഒരു ഓടിട്ട ഒരു വീടായിരുന്നു, അത് പൊളിച്ച് അങ്ങനെ തന്നെ ഒരു വീടുണ്ടാക്കി. ദൈവങ്ങളൊക്കെ അനുഗ്രഹം കൊണ്ടും സന്തോഷമായിട്ട് നല്ലൊരു വീടായി. ഹാളിലെ ഒരു വാൾ ആർട്ടാണ് ചെയ്തിട്ടുള്ളത്. 3D ടൈപ്പിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിനോട് ചേർന്ന് തന്നെ ഇവിടെ വലിയൊരു വിൻഡോ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സീബ്ര ബ്ലൈൻഡ്സ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമിലാണ്. ഇവിടെ വലിയൊരു കോട്ട് തന്നെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ വാള് പെയിന്റ് വർക്ക് കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു കിച്ചണിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മൾട്ടിവുഡിൽ ലാമിനേറ്റ് ഫിനിഷ് ചെയ്തിട്ടാണ് കബോർഡ് എല്ലാം ചെയ്തിട്ടുള്ളത്. സ്റ്റെയർകേസ് കയറി വരുന്ന ഭാഗത്ത് തന്നെ ഒരു വലിയ ഹാളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. വീടുകളുടെ കഥ പറയുന്ന പുതുപുത്തൻ വീടുകളുടെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന വർണ്ണസങ്കല്പങ്ങളുടെ നിറക്കാഴ്ചകളിലേക്ക് മിഴി തുറക്കുന്ന കാണൽ നമ്മുടെ ഇടം എന്ന ചാനലിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് വന്നെത്തിയിരിക്കുന്നത് തിരൂർ മൂച്ചിക്കലുള്ള അനിൽകുമാർ സൗമ്യ ദമ്പതികളുടെ വീട്ടിലാണ്. 1900 സ്ക്വയർ ഫീറ്റിൽ പണി കഴിച്ച് അതിമനോഹരമായി ചെയ്തിട്ടുള്ള ഒരു പുത്തൻ വീട്ടിന്റെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഞങ്ങൾ സദാ സന്നദ്ധരായിരിക്കും. ഞങ്ങൾ എത്തിക്കുന്ന ഓരോ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങൾ സബ് ചെയ്ത് ഞങ്ങളുടെ കൂടിയെങ്കിൽ മാത്രമാണ് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്ന ഓരോ വിശേഷങ്ങളും എത്തുകയുള്ളൂ. അതുകൊണ്ട് സബ് ചെയ്ത് ഞങ്ങളുടെ കൂടെ നിന്നോളൂ. ഞാൻ രാജേഷ് പുറത്തൂർ. ഞാൻ സുനിത രാജേഷ്. അതിസുന്ദരമായിട്ട് പണി തീർത്തിട്ടുള്ള ഈ വീടിന്റെ വിശേഷങ്ങൾ കണ്ടാലോ? വരും. കൃഷ്ണകൃപ എന്നാണ് ഈ വീടിന്റെ പേര്. നമുക്ക് ഈ വീടിന്റെ അകത്തെ കാഴ്ചകൾ കാണാം. നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് കയറി വരുന്നത് തന്നെ ലിവിങ് ഏരിയയിലോട്ടാണ്. നല്ല സുന്ദരമായൊരു സോഫയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ ഒരു കോഫി ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് TV യൂണിറ്റും വരുന്നത്. സിമ്പിളായ രീതിയിലാണ് TV യൂണിറ്റും ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ താഴെയൊക്കെ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ വരുന്നത് ഡൈനിങ് സ്പേസിലോട്ടാണ്. ഇവിടെ വലിയൊരു ടേബിൾ, അതിനോട് ചേർന്നൊരു 8 ചെയർ വരുന്ന രീതിയിലാണ് ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല കളേർഡ് ആയിട്ടുള്ള ഗ്ലാസ് ആണ് ചെയ്തിട്ടുള്ളത്. ഹാളിലെ ഒരു വാൾ ആർട്ടാണ് ചെയ്തിട്ടുള്ളത്. 3D ടൈപ്പിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിനോട് ചേർന്ന് തന്നെ ഇവിടെ വലിയൊരു വിൻഡോ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സീബ്ര ബ്ലൈൻഡ്സ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഹാളിന്റെ ഒരു സൈഡ് ഭാഗത്തായിട്ടാണ് ഒരു കുഞ്ഞു പൂജാ റൂം കൊടുത്തിട്ടുള്ളത്. സ്റ്റെയർകേസിന്റെ ഹാൻഡ് റെസ്റ്റ് വരുന്നത് GI പൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ താഴെയായിട്ട് തന്നെ സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഈ കോർണറിലോട്ടാണ് വാഷ് ഏരിയ വരുന്നത്. ഇതിന്റെ താഴെ സ്റ്റോറേജ് സ്പേസ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമിലാണ്. ഇവിടെ സൈഡിൽ 2 ലോങ് ഡോറുള്ള വാൾഡ്രോബാണ് ചെയ്തിട്ടുള്ളത്. അതിനോട് താഴെ ഡ്രോവറും കൊടുത്തിട്ടുണ്ട്. നടുക്കൊരു മിറർ വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. വലിയൊരു കോട്ട് തന്നെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ വാള് പെയിന്റ് വർക്ക് കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു കിച്ചണിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മൾട്ടിവുഡിൽ ലാമിനേറ്റ് ഫിനിഷ് ചെയ്തിട്ടാണ് കബോർഡ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ വീട്ടിലെ പാരന്റ്സ് ബെഡ്റൂം. ഇവിടെ 2 സൈഡിലായിട്ട് ചെറിയൊരു വിൻഡോയും അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഈ ഭാഗത്തായിട്ട് വലിയ 3 ഡോറുള്ള വിൻഡോ ആണ് വരുന്നത്. മറ്റു റൂമിലെ പോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള വാൾഡ്രോബാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. 2 ലോങ് ഡോറും അതിന്റെ താഴെയായിട്ട് ഡ്രോവറും വരുന്നത്. നടുക്ക് ഗ്ലാസ് കൊടുത്തിട്ടുള്ള രീതിയിലാണ് ഇവിടെ വാൾഡ്രോബ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർകേസ് കയറി വരുന്ന ഭാഗത്ത് തന്നെ ഒരു വലിയ ഹാളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ സൈഡിലായിട്ട് നമുക്ക് താഴെ ഡൈനിങ്ങിലോട്ട് കാണുന്ന രീതിയിലാണ് ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്ത് സുന്ദരമാക്കിയിട്ടുണ്ട്. നമ്മുടെ താഴെ ഉള്ളതുപോലെ തന്നെ ഒരു വലിയ റൂം തന്നെയാണ് മുകളിലും ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു വലിയ കോട്ട് തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. 2 സൈഡിലും വിൻഡോ വരുന്ന രീതിയിലാണ് ഈ റൂമും ചെയ്തിട്ടുള്ളത്. തണലിടങ്ങൾ തേടിയുള്ള നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ എപ്പിസോഡ് മാത്രമാണ് ഇവിടെ അവസാനിക്കുന്നത്. പുത്തൻ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ സദാ ശ്രമിക്കുന്നതായിരിക്കും. ആ ശ്രമങ്ങൾ നിങ്ങളിലേക്ക് എത്തുവാൻ നിങ്ങൾ സബ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഏറ്റവും സന്തോഷകരമായ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞാൻ രാജേഷ് പുറത്തൂർ. ഞാൻ സുനിത രാജേഷ്. താങ്ക് യു.